CPIയുടെ നിലപാട് എന്നും ഈ വിഷയത്തിലെല്ലാം ഇടതുപക്ഷ കാഴ്ചപ്പാടിനെ മുറുകെ പിടിക്കുന്ന ഒന്നാണ്. ആ കാഴ്ചപ്പാട് അചഞ്ചലമായി സ്ത്രീപക്ഷത്തായിരിക്കും. സിനിമ അടക്കമുള്ള എല്ലാ രംഗങ്ങളിലും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഇടതുപക്ഷം നിലകൊള്ളുന്നത്. സിനിമ സ്ത്രീ സാന്നിധ്യമേറെയുള്ള സ്ത്രീകളുടെ പങ്ക് അനിഷേധ്യമായ ഒരു മേഖലയാണ്. മലയാള സിനിമയുടെ മഹത്വത്തിൻ്റെ പുറകിൽ എല്ലാ തുറകളിലെയും അഭിനയം, സംവിധാനം, സാങ്കേതിക രംഗം തുടങ്ങിയ എല്ലാ രംഗങ്ങളിലും മികവ് തെളിയിച്ച സ്ത്രീകളുടെ ചരിത്രമാണ് മലയാള സിനിമയ്ക്ക്. സ്ത്രീകളെ അവഗണിച്ചുകൊണ്ടോ ഒഴിവാക്കിയിട്ടോ ഒരു മലയാള സിനിമയില്ല. ആ സ്ത്രീകളുടെ സമസ്ത അവകാശങ്ങളും വ്യക്തിത്വം, സ്വാതന്ത്ര്യം, സുരക്ഷിതത്വം ഇതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷം നിലകൊള്ളുന്നത്. ആ കാഴ്ചപ്പാട് CPIക്കുണ്ട്. ആ കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരു ഉന്നതാധികാര കമ്മിറ്റിയെ വെച്ചത്. ആ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്, അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ആ അന്വേഷണ സംഘത്തിൽ സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന ശരിയായ ആവശ്യം ശരിയായി തന്നെ LDF ഗവൺമെൻറ് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ട പോലീസിൻ്റെ അന്വേഷണ സമിതിയിൽ 1 അല്ല 2 അല്ല 3 അല്ല 4 സ്ത്രീകൾ, ഉന്നതരായ ഉദ്യോഗസ്ഥകളായ സ്ത്രീകൾ അംഗങ്ങളാണ്. ഇതിൻ്റെ എല്ലാം അർത്ഥം ഈ ഗവൺമെൻറ്റിൻ്റെ പക്ഷപാതിത്വമാണ്. ആ പക്ഷപാതിത്വത്തിൻ്റെ പുറകിൽ ഉള്ളത് ഇടതുപക്ഷത്തിൻ്റെ ശരിയായ നേരായ കാഴ്ചപ്പാടാണെന്ന് അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇല്ല, അതൊന്നും ഒരു ഇതുപോലെ പറയേണ്ട കാര്യമല്ല. മുഖ്യമന്ത്രിയും CPIയും തമ്മിൽ, CPMും CPIയും തമ്മിൽ സംഭാഷണങ്ങളും ചർച്ചകളും എത്രയോ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളിങ്ങനെ വന്ന് നിങ്ങൾ അറിയിക്കേണ്ട ഒരു കാര്യമില്ല. അതൊരു ആവശ്യമില്ല. ഞാനിതിൽ മുഖ്യമന്ത്രി പറഞ്ഞ നിലപാടിൻ്റെ കൂടെയാണ്. ആ നിലപാടാണ് ഗവൺമെൻറ് നിലപാട്. ആ നിലപാടിനകത്താണ് ശരിയുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ടും ശരിയാണെന്ന് CPI പറയും. മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് ഇവിടെ പറഞ്ഞല്ലോ. ഇപ്പോൾ അല്ല അതിൽ എക്സോ വയ്യോ അല്ല. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യങ്ങളെല്ലാം ആവർത്തിക്കാൻ വേണ്ടി ലിപ്പിയാൻ നിൽക്കുന്നത് ഇവിടെ. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം സർക്കാർ നിലപാടാണ്. അതെ, അതേപ്പറ്റി ചർച്ച കൂടാതെ പറയാൻ പറ്റില്ല. ഒരു കോൺക്ലേവിന്റെ കാര്യം പറയുന്നുണ്ട്. അതിൽ WCC ഉന്നയിക്കുന്ന ഒരു കാര്യം ഇരയെയും വേട്ടക്കാരനെയും ഒരുമിച്ചിരുത്തി എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് എന്നതാണ്. ഞങ്ങൾക്ക് ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി വിമൻ കളക്റ്റീവ് ഇൻ സിനിമയെപ്പറ്റി തികഞ്ഞ ആദരവുണ്ട്, തികഞ്ഞ മതിപ്പുണ്ട്. ആ സ്ത്രീ കൂട്ടായ്മയാണ് മലയാള സിനിമയിലെ ശരിയായ ദിശയിലുള്ള ഈ പുതിയ മാറ്റങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും വഴിവെച്ചത് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കണക്കിൽ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അസാമാന്യമായിട്ടുള്ള ദൂരക്കാഴ്ചയോടുകൂടി വ്യക്തിത്വത്തോടുകൂടി ആ സ്ത്രീ കൂട്ടായ്മ ഉയർത്തിപ്പിടിച്ച പല ആശയങ്ങളെയും അവഗണിക്കാനാകാത്തത് കൊണ്ട് തന്നെയാണ് കേരള സമൂഹം പിന്തുണച്ചിട്ടുള്ളത്. ആ സ്ത്രീ കൂട്ടായ്മയുടെ നിലപാട് ശരിയാണ്. ഈ കോൺക്ലേവ് എന്ന ആശയം തെറ്റൊന്നുമല്ല, ആശയം തെറ്റല്ല. പക്ഷെ നവംബർ മാസം വരെ അത് കാത്തിരിക്കണമെന്ന കാര്യം ഗവൺമെൻറ് ഗൗരവമായി ചിന്തിക്കണം. കാരണം നവംബർ ഇപ്പോൾ ഓഗസ്റ്റിൻ്റെ അവസാന ദിവസങ്ങളാണ്. ഇനി സെപ്റ്റംബറും ഒക്ടോബറും കഴിഞ്ഞ് നവംബർ വരെയുള്ളൊരു കാത്തിരിപ്പിൻ്റെ യുക്തിയെപ്പറ്റി സിനിമാ രംഗത്തുനിന്നുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉയർന്നു വരുന്നുണ്ട്. ആ ചോദ്യങ്ങളെ ഗവൺമെൻറ് ഗൗരവപൂർവ്വം കാണുമെന്നാണ് എൻ്റെ വിശ്വാസം.
കോൺഗ്രസിനെതിരെ കേസെടുത്താൽ MLA സ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികമായി ശരിയാണോ? സിപിഐയുടെ നിലപാട് അത്തരം വിഷയങ്ങളൊക്കെ നമുക്കത് വരും ആലോചിക്കാം. ഹേമ കമ്മിറ്റി ക്ലാരിറ്റിയൊക്കെ ഉണ്ട്. CPI ക്ലാരിറ്റി ഉണ്ട്, ക്ലാരിറ്റി നിങ്ങൾക്കില്ല. അല്ലല്ല അങ്ങനല്ല, MLA സ്ഥാനത്ത് പറഞ്ഞല്ലോ, അതിനെപ്പറ്റി ചർച്ച കൂടാതെ CPIക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് FIR എടുക്കാൻ വൈകുന്നതെന്നാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോക്സോ കേസുകൾ എടുക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടെന്ന് പറയുന്നു. ഗ്രേവ് ക്രൈമാണ്, കൊഗ്നിസബിൾ ഒഫൻസ് ആണ്. എന്നിട്ടും എന്തുകൊണ്ട് FIRലേക്ക് പോകുന്നില്ല? ഒരു ഒഫൻസ് കൊഗ്നിസബിൾ ആണെങ്കിൽ ആ ഒഫൻസിൽ എടുക്കേണ്ട നിലപാടിനെ പറ്റിയുള്ള വ്യക്തത ഗവൺമെന്റിനുണ്ട്. ഗവൺമെന്റ് വേഗത ചെയ്യുക.